ആ നിമിഷം ഡോറിലൊരു മുട്ട് കേട്ടിരുന്നു. പെട്ടെന്ന് രണ്ടുപേരും പിടഞ്ഞു മാറിയിരുന്നു. ഒരു നിമിഷം അവനെ അഭിമുഖീകരിക്കാൻ അവൾക്കും അവളെ അഭിമുഖീകരിക്കാൻ അവനും ഒരു മടി തോന്നി. രണ്ടുപേരും മറ്റെവിടെയോ ദൃഷ്ടി പതിപ്പിച്ചിരുന്നു. അതിനുശേഷം ഗൗരവം തിരിച്ചു കൊണ്ടുവന്ന് റോയ് തന്നെ അവളോട് പറഞ്ഞു, ചാച്ചനായിരിക്കും, ചെന്ന് കതക് തുറക്ക്. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ അരികിൽ നിന്നും നേരെ ഹാളിലേക്ക് ചെന്നിരുന്നു. വാതിൽ തുറന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തങ്കച്ചനായിരുന്നു. ഒരുപാട് മദ്യപിച്ചിട്ടില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു. കുറച്ചു സമയം അയാൾ ഹാളിൽ ഇരുന്ന് TV കണ്ടു. ആ സമയം അത്രയും അവൾ അടുക്കളയിൽ തന്നെ സമയം കഴിച്ചുകൂട്ടി. ഇതിനിടയിൽ വീട്ടിലേക്ക് വിളിക്കുന്നതിന് റോസി ചേച്ചിയെ വിളിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാനും ഒക്കെ അവൾ മറന്നിരുന്നില്ല. അച്ഛനും ഗോപികയും കൂടി നാളെ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ അവരും വേദനയിലായിരുന്നുവെന്ന് മനസ്സിലാക്കിയിരുന്നു. അച്ഛൻ ആശുപത്രി വരെ വന്നിരുന്നുവെന്നാണ് ഗോപിക പറഞ്ഞത്. അപ്പോഴേക്കും തങ്ങൾ ഡിസ്ചാർജായി പോവുകയും ചെയ്തിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ റോസിയും വിളിച്ചപ്പോൾ അമ്മച്ചിയോട് സംസാരിച്ച് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷമായിരുന്നു വെച്ചിരുന്നത്. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം 9:30 അടുത്തിരുന്നു. ഇതിനിടയിൽ റോയുടെ അടുത്തേക്ക് പോയിട്ടില്ലെന്ന് അവൾ ഓർത്തു. അവനെ അഭിമുഖീകരിക്കാൻ തനിക്കൊരു മടിയുണ്ട് ഇപ്പോൾ. പക്ഷെ ഓർക്കുമ്പോൾ സുഖമുള്ളൊരു ഓർമ്മയായി മനസ്സിൽ നിൽക്കുന്നുണ്ട് അവൻ്റെ കരസ്പർശം. പക്ഷെ അവൻ വരുമ്പോഴും ശരീരത്തിൽ ഒരു വിറയലാണ്. ആ ഹൃദയതാളത്തിൻ്റെ ശബ്ദം ഇപ്പോഴും തൻ്റെ കാതിൽ അലയടിക്കുന്നുണ്ട്. ആ കരസ്പർശത്തിൽ ഇപ്പോഴും താൻ ലയിച്ചു നിൽക്കുകയാണ്. താൻ ഇത്രമേൽ അവൻ്റെ കരലാളനം ആഗ്രഹിച്ചിരുന്നോ എന്ന് അവൾ സ്വന്തം മനസ്സിനോട് ചോദിച്ചു പോയിരുന്നു. അവനൊന്ന് തലോടിയപ്പോഴേക്കും തരളിതയായി പോയിരിക്കുന്നു. അതെ, അവനേക്കാൾ വലുതായി ഇപ്പോൾ ഈ ലോകത്തിൽ തനിക്ക് മറ്റൊന്നുമില്ല. അവനോടുള്ള പ്രണയത്തേക്കാൾ പവിത്രമായി മറ്റൊന്നും തന്നെ ഇപ്പോൾ ബാധിക്കുന്നുമില്ല. അവനാണ് തൻ്റെ സർവവും. തൻ്റെ പ്രണയവും വിരഹവും എല്ലാം അവനിൽ മാത്രമാണ്. അവൾ നേരെ തങ്കച്ചൻ്റെ അരികിലെത്തി ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വിളമ്പാൻ. അയാൾക്ക് ഭക്ഷണം വിളമ്പി വെച്ച ഒരു പ്ലേറ്റ് ഭക്ഷണവുമായി അവൾ മുറിയിലേക്ക് ചെന്നിരുന്നു. അവൻ എപ്പോഴും ഫോണിൽ വീഡിയോ കാണുകയാണ്. സിനിമയിലെ ഹാസ്യരംഗങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവളെ കണ്ടപ്പോഴേക്കും വീഡിയോ ഓഫ് ചെയ്ത് ടേബിളിലേക്ക് വെച്ചൊരു കുസൃതി ചിരിയോടെ അവളെ നോക്കിയിരുന്നു. അവന് മുഖം കൊടുക്കാൻ എന്തുകൊണ്ടും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നിങ്ങോട്ട് കണ്ടില്ല. വളരെ ആർദ്രമായ ശബ്ദത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവളുടെ ചൊടിയിലും ഒരു ചിരി വിടർന്നിരുന്നു. ചാച്ചൻ വന്നു. പിന്നെ ഞാൻ ഫോൺ വിളിക്കുകയായിരുന്നു. വീട്ടിലും അമ്മച്ചിയോടും റാണിയെ വിളിച്ചിട്ട് കിട്ടിയില്ല. അവൾ പറയുന്നതൊന്നും അവൻ കേട്ടില്ലെന്ന് തോന്നി. അവളുടെ മിഴികളിൽ തന്നെയായിരുന്നു അവൻ്റെ കണ്ണുകൾ. ആ നേത്രങ്ങൾ അവളുടെ മുഖത്ത് മുഴുവൻ പരതി നടക്കുകയായിരുന്നു. മരുന്ന് കഴിക്കാനുള്ളതല്ലേ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ? അവൻ്റെ നോട്ടം ഇനിയും താങ്ങാനാവില്ലെന്ന് തോന്നിയ നിമിഷം മൗനത്തിൻ്റെ മൂടുപടം മുറിച്ചുകൊണ്ട് അവൾ തന്നെ ചോദിച്ചു. അവൻ മെല്ലെ ചിരിയോടൊരു താളത്തിൽ തലയാട്ടി. ഭക്ഷണം വായിലേക്ക് നീട്ടിക്കൊടുത്തതിന് ശേഷം അവളെ നോക്കി അവൻ പറഞ്ഞു, താൻ കഴിക്കുന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. താൻ എന്തിനാണോ കുറച്ച് കഴിഞ്ഞ് കഴിക്കുന്നത്? ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ള ഭക്ഷണമുണ്ടല്ലോ. ഇപ്പം കഴിച്ചാൽ മതി. താനും കഴിക്കടോ, അതല്ലേ എനിക്ക് സന്തോഷം. അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ അങ്ങനെ പറയുമ്പോൾ റോയുടെ മുഖത്ത് പുതിയ പല ഭാവങ്ങളും ഉണരുന്നത് ഒരു കൗതുകത്തോടെ കാണുകയായിരുന്നു ദേവിക. അവൻ പറഞ്ഞത് തള്ളാൻ വയ്യാത്തത് കൊണ്ട് അവൾ കുറച്ച് ഭക്ഷണം വാരി കഴിക്കുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ കഴിച്ച ഭക്ഷണത്തിലും രുചിയുള്ളതായിരുന്നു അത്. പ്രിയപ്പെട്ടവൻ അരികിൽ ഉള്ളത് കൊണ്ടായിരിക്കാം, എന്തിന്, അവനോടൊപ്പമുള്ള നിമിഷങ്ങളിൽ പോലും താൻ അനുഭവിക്കുന്ന സന്തോഷവും സംരക്ഷണവും വലുതാണ്. ഒരു നിമിഷം പോലും അവനില്ലാതെ പറ്റില്ല. ഒരു പ്രത്യേക സമാധാനമാണ് ആ സാന്നിധ്യം അരികിൽ ഉണ്ടാകുമ്പോൾ. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൻ ആവശ്യമുള്ള മരുന്ന് നൽകിയാണ് ദേവിക അടുക്കളയിലേക്ക് പോയത്. അപ്പോഴേക്കും തങ്കച്ചൻ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും മറ്റും കഴുകി കഴിഞ്ഞിരുന്നു. അടുക്കളയിൽ ചെല്ലുമ്പോൾ അവൾക്ക് കഴുകാൻ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്ഭുതപൂർവ്വം വീണ്ടും TV-യിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അയാളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, അച്ഛനാണോ പാത്രങ്ങളൊക്കെ കഴുകിയത്? അതെ മോളെ. മോൾ ഇന്ന് പകൽ മുഴുവൻ ഒരുപാട് ക്ഷീണിച്ചതല്ലേ, പോയി കിടക്ക്. ഒരു ദിവസം മോള് കഴുകിയില്ലെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അയാൾ ഒരുപാട് മദ്യപിക്കാത്ത സന്തോഷമായിരുന്നു അവൾക്ക് മുന്നിട്ട് നിന്നിരുന്നത്. റോയ്ക്ക് ഭക്ഷണം കൊടുത്ത പാത്രം കഴുകി വെച്ചതിന് ശേഷം അവൾ നേരെ മുറിയിലേക്കായിരുന്നു പോയത്. കുറച്ച് വെള്ളം കുടിക്കാൻ വെച്ചതിന് ശേഷം അവൾ കതകടച്ചു. അവൻ അരികിലായി കിടക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സുരക്ഷിതാവസ്ഥ തോന്നിയിരുന്നു. ഇത്രയും ദിവസം താൻ ഈ വീട്ടിൽ കിടന്നപ്പോൾ തനിക്ക് തോന്നാത്തൊരു സുരക്ഷിതത്വം ആ നിമിഷം അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവൻ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം, അവൻ്റെ ചെറിയ സ്പർശം ഏറ്റതുകൊണ്ടായിരിക്കാം എന്നവൾക്ക് തോന്നിയിരുന്നു. ചിന്തകൾ മാറി മറിഞ്ഞു. ആദ്യമായി അവനെ കണ്ട നിമിഷം മുതലുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് ഒപ്പിയെടുക്കാൻ പോയിരുന്നു അവൾ. ഹലോ, അവൻ്റെ വിളി കേട്ടാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത്. ഉറങ്ങിയോ? ഇല്ല. എങ്കിൽ ഇങ്ങോട്ട് ചേർന്ന് കിടക്ക്. തൻ്റെ അരികിലേക്ക് അവളെ അവൻ ക്ഷണിച്ചപ്പോൾ അവളുടെ മനസ്സും അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അരികിലേക്ക് നീങ്ങിക്കിടന്ന പെണ്ണിനെ അല്പം ചരിച്ചു കിടത്തി അവളുടെ കൈയെടുത്ത് തൻ്റെ വയറിന് മുകളിൽ വെച്ച് ചെറുചിരിയോടെ ഒരു സായുജ്യം പോലെയായിരുന്നു അവൻ കണ്ണുകൾ അടച്ചത്. പിന്നീട് രണ്ടുപേർക്കും നിദ്ര എത്തുവാൻ ഒട്ടും സമയമെടുത്തിരുന്നില്ല.
പ്രിയപ്പെട്ട ആ ഒരാളുടെ സാന്നിധ്യത്തിൽ അവളും സുരക്ഷിതമായി ആ രാത്രിയിൽ നിദ്രയെ പുൽകി. പിറ്റേ ദിവസം രാവിലെ ഉണർന്നപ്പോൾ രണ്ടാളും ഒരേ കിടപ്പ് തന്നെയായിരുന്നു കിടന്നത്. കാല് വയ്യാത്തതിനാൽ അവന് തിരിയുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അടുക്കളയിലേക്ക് ചെന്ന് ഓരോ ജോലികളിലേക്ക് തിരിഞ്ഞിരുന്നു. അതിനുശേഷം പുട്ടിനുള്ള പൊടിയും നനച്ചു. അപ്പോഴേക്കും സമയം 6 മണിയോടടുത്തിരുന്നു. റോയി എഴുന്നേൽക്കുന്ന സമയമായി എന്ന് തോന്നിയതുകൊണ്ട് തങ്കച്ചനുള്ള ചായ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചതിനു ശേഷം നേരെ റോയിയുടെ മുറിയിലേക്ക് ചെന്നിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാത്തിരിക്കുകയായിരുന്നു അവൻ. തന്നെ കണ്ടപ്പോഴേക്കും ആ കണ്ണുകൾ വിടർന്നു. കാപ്പി അവൻ്റെ കൈകളിലേക്ക് വച്ചതിനു ശേഷം പോകാൻ തുടങ്ങിയ പെണ്ണിൻ്റെ കൈകളിൽ അവൻ പിടുത്തമിട്ടിരുന്നു. കുസൃതിയോടെ തന്നെ നോക്കുന്നവൻ്റെ മിഴികൾ കണ്ടപ്പോൾ എവിടെ നിന്നൊക്കെയോ പരിഭ്രമം കയറുന്നത് അവൾ അറിഞ്ഞിരുന്നു. ഉള്ളിനുള്ളിൽ എവിടെയൊക്കെയോ അവനും പതറിപ്പോകുന്നുണ്ടെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. തന്നിൽ നാണം പൂക്കുന്നുണ്ടെന്ന് അവൾക്കും മനസ്സിലായി. താൻ ഇങ്ങനെ ഓടിപ്പോയാലോ? ഇവിടെ കുറച്ച് സമയം ഇരിക്കണോ? എൻ്റെ ഏറെ പ്രണയത്തോടെ തൻ്റെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ നിരസിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അവൻ്റെ അരികിലായി ഇരിക്കാൻ ഒരു നാണം അവൾക്ക് തോന്നിയിരുന്നു. തന്നോടുള്ള പ്രണയം മാത്രം നിറച്ചു നിൽക്കുന്ന ആ പെണ്ണിൻ്റെ മുഖം കണ്ടപ്പോൾ പ്രണയത്തിനപ്പുറം മറ്റെന്തൊക്കെയോ വികാരങ്ങൾ തന്നിലെ പുരുഷനെ ഉണർത്തുന്നത് റോയിയും അറിയുന്നുണ്ടായിരുന്നു. അരികിലിരിക്കുന്നവളുടെ കൈകൾ എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് റോയ്. അവൻ്റെ നോട്ടം അഭിമുഖീകരിക്കാൻ പാടുപെട്ട് വെറുതെ തറയിലേക്ക് ശ്രദ്ധ കൊടുത്തവളും. നെഞ്ചോട് ചേർത്ത് വെച്ച ആ കൈകൾ വളരെ പെട്ടെന്ന് തന്നെ അവൻ ആഞ്ഞു വലിച്ചു. ആ നിമിഷം തന്നെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പ്രതിരോധിക്കാൻ ഇഷ്ടപ്പെടാതെ അവൾ അവൻ്റെ നെഞ്ചിൽ സുരക്ഷിതമായിരുന്നു. അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് അവനും. ഒരു നിമിഷം കുറച്ച് സമയമായി അവളുടെ സ്പർശനം അവന് വലിയ ആശ്വാസം നൽകിയിരുന്നു. ഒരു പ്രാവിനെ പോലെ തൻ്റെ നെഞ്ചിൽ കുറുകിക്കിടക്കുന്ന പെണ്ണിൻ്റെ മുഖം അവൻ മെല്ലെ ഉയർത്തി നോക്കി. തന്നോടുള്ള പ്രണയസാഗരം ആ മിഴികളിൽ അവൻ കണ്ടിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ അധരങ്ങൾ അവളുടെ കവിളിൽ അമർന്നിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ദേവിക്ക് കുറച്ച് സമയമെടുത്തിരുന്നു. അപ്രതീക്ഷിതമായ ഒരു ചുംബനം കിട്ടിയതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത മുഖത്തോടെ അവൾ അവനെ നോക്കുന്നത് കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത്. ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ, എന്താടോ, ഇഷ്ടമായില്ലേ? ചിരിയോടെ അവൻ ചോദിച്ചപ്പോൾ അവൻ്റെ ആ ചോദ്യത്തിൻ്റെ തമാശ ഇഷ്ടമാവാത്തതുപോലെ അല്പം പരിഭവം അവളിലുണ്ടായിരുന്നു. എന്തിനാണ് അവനിങ്ങനെ വെറുതെ പോലും തന്നോട് ചോദിക്കുന്നത്? അത് തനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് അവൾ അറിയുകയായിരുന്നു. താൻ അവൻ്റെ സ്വന്തമല്ലേ? പിന്നെന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ? പ്രിയനെ, ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലുമൊക്കെ ഇവൻ മാത്രമല്ലേ തൻ്റെ അവകാശി? തൻ്റെ ശരീരവും മനസ്സും എല്ലാം അവന് സ്വന്തമല്ലേ? ഇവിടെ ആ ചോദ്യത്തിന് പിന്നെ പ്രസക്തിയുണ്ടോ? വീണ്ടും അങ്ങനെ അവൾ പറയുമ്പോൾ ഇനിയും തൻ്റെ സ്നേഹത്തിൽ അവന് വിശ്വാസമില്ലാത്ത പോലെയാണ് അവൾക്ക് തോന്നുന്നത്. ഒരു നിമിഷം അവളുടെ മുഖം വാടിയത് കണ്ടപ്പോൾ കാര്യം മനസ്സിലായിരുന്നു. അല്ലെങ്കിലും അവളൊരു തൊട്ടാവാടിയാണെന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ റോയ് മനസ്സിലാക്കിയ സത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അവളെ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ദേവി? അവളുടെ മനസ്സറിഞ്ഞിട്ട് എന്നതുപോലെ അവൻ പറഞ്ഞപ്പോൾ തനിക്കൊരവസരം കിട്ടിയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ ആരുമല്ലാത്ത പോലെ തോന്നിപ്പോവാണ്. ഞാൻ സ്വന്തമല്ലേ? പിന്നെന്തിനാ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നത്? എൻ്റെ മേലെ എല്ലാ അവകാശങ്ങളും ഈ ഒരാൾക്ക് ഉള്ളതാണ്. ഉറച്ച മറുപടിയോടെ പറയുന്നവളെ അവൻ കണ്ണിമ ചിമ്മാതെ നോക്കി. അങ്ങനെ അവകാശമായി നേടുമ്പോഴല്ല ദേവി, നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടത്തോടെ നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുമ്പോഴാണ് അത് സ്നേഹമാകുന്നത്. ഇല്ലെങ്കിൽ ദേവി പറഞ്ഞതുപോലെ അത് അവകാശം മാത്രമാണ്. അവകാശം നേടാനായിരുന്നുവെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ എനിക്കതാകാമായിരുന്നല്ലോ. ഇപ്പോൾ തൻ്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ട് എന്നെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന ഒരു മനസ്സ്, എൻ്റെ സാന്നിധ്യം മാത്രം കൊതിക്കുന്ന ഒരു ഹൃദയം. ഇതായിരുന്നു ദേവി ഞാൻ ആഗ്രഹിച്ചത്. ഈ ഒരു മനസ്സോടെ തന്നെ എൻ്റെ മുൻപിൽ നിർത്തണമെന്ന്. അങ്ങനെ മാത്രമാണ് ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ചത്. ഇനിയും നമുക്കിടയിൽ ഒരു തടസ്സങ്ങളുമില്ല. താൻ എൻ്റെ സ്വന്തമാണെന്ന് ഇപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ പറയാൻ കഴിയും. എൻ്റെ മാത്രം. അവൻ്റെ വാക്കുകളിൽ അവളും സംതൃപ്തയായിരുന്നു. കുറച്ചു നേരം കൂടി അവൻ്റെ കരവലയങ്ങളിൽ സുരക്ഷിതമായി അവളിരുന്നു. പിന്നീട് അവൾ തന്നെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ഒരിക്കൽ കൂടി അവൻ ചേർത്ത് പിടിച്ചു. ശേഷം ഒന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പൊതുവെ അല്പം ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ്. താനിങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിഷമിച്ചാൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാനെന്തെങ്കിലും പറയും. സ്വന്തമാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിൽ മുഖം വീർപ്പിച്ചിരിക്കരുത്. ചിരിയോടെ അവനത് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവം മനസ്സിലാക്കിയതാണല്ലോ എന്നായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതേ. ഇന്ന് ചെറിയ പാർട്ടാണെന്നറിയാം, നാളെ വലിയ പാർട്ട് എടുക്കാമേ. നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഫോണിൽ ഒട്ടും ചാർജില്ല. അതുകൊണ്ടാണേ.